ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് വിൻഡോസ് 11 കമ്പ്യൂട്ടറിൽ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് പി സി ഐക്കൺ എങ്ങനെ ഡെസ്ക്ടോപ്പിൽ കൊണ്ടുവരാമെന്നാണ്. അതിനുവേണ്ടി ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേഴ്സണലൈസ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. തുറന്നു വരുന്ന സെറ്റിംഗ്സ് വിൻഡോയിൽ നിന്ന് തീം സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിംഗ്സ് എടുക്കുക. അപ്പോൾ തുറന്നു വരുന്ന ഡയലോഗ് ബോക്സിൽ കമ്പ്യൂട്ടർ എന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് ഓക്കെ ബട്ടൺ അമർത്തുക. ഇങ്ങനെയാണ് ഡെസ്ക്ടോപ്പ് ഐക്കൺസ് എനേബിൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ ടാസ്ക് ബാറിൽ പിൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ദിസ് പി സി ഓപ്പൺ ചെയ്ത് മുകളിൽ അഡ്രസ് ബാറിൽ കമ്പ്യൂട്ടർ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ അഡ്രസ് കോപ്പി ചെയ്യുക. ശേഷം ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ ഷോർട്ട് കട്ട് എടുക്കുക. തുറന്നു വരുന്ന ഡയലോഗ് ബോക്സിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത അഡ്രസ് പേസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് ദിസ് പി സി :: റിമൂവ് ചെയ്ത് അവിടെ explorer.exe സ്പേസ് എന്ന് ടൈപ്പ് ചെയ്യുക. ലാസ്റ്റ് :: റിമൂവ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അവിടെ ഷോർട്ട് കട്ടിന്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ മൈ കമ്പ്യൂട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫിനിഷ് ചെയ്യുക. ഇനി ഇതിന്റെ ഐക്കൺ ഇമേജ് മാറ്റണം. അതിനുവേണ്ടി ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ നിന്ന് ചേഞ്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഐക്കൺ ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ബോക്സ് തുറന്നു വരും. അതിന്റെ സെർച്ച് ബോക്സിൽ imageres.dll എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. അപ്പോൾ താഴെ കാണുന്ന ഐക്കണിൽ നിന്ന് കമ്പ്യൂട്ടർ ഐക്കൺ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ മോർ ഓപ്ഷനിൽ പിൻ ടു ടാസ്ക് ബാർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൈ കമ്പ്യൂട്ടർ ഷോർട്ട് കട്ട് ടാസ്ക് ബാറിൽ വന്നു. ഇനി ഡെസ്ക്ടോപ്പിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് കട്ട് ഫയൽ ഡിലീറ്റ് ചെയ്യാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.